ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൂര, അയക്കൂറ, നെയ്മീൻ എന്ന് പറയും. ചൂരക്ക് പല പല പേരുണ്ടല്ലോ, സുധ, പിന്നെ എന്തൊക്കെയോ ഉണ്ട് പേര് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഇവിടെ ചൂര എന്നൊക്കെ പറയും, സുധ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ രണ്ട് പേരും അങ്ങ് പറഞ്ഞതേ ഇല്ലൂ. അപ്പോൾ ഇതാ അയക്കൂറ ഉമ്മ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മുട്ടയല്ല, പിന്നെ നമ്മളെ ചൂരയുടെ മുട്ടയാണ്. അപ്പോൾ ചൂരൻ്റെ മുട്ടയൊക്കെ മുറിച്ചിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനല്ല, ഉമ്മാന്ന് പാത്രത്തിലേക്ക് ഇട്ടത്. എനിക്ക് ഈ വലിയ മീനൊന്നും മുറിക്കാൻ അത്ര വലിയ വശമില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് തന്നെ മുറിച്ചു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മുറിക്കാറ്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി. എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. എന്നിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ കറി ഉണ്ടാക്കിക്കോലോ. അപ്പോൾ അയക്കൂറ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുവല്ല, ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ തക്കാളിയും പിന്നെ ഒരു ഉണ്ടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലൊന്നും പൊളിയിട്ടിട്ട് ഇതാക്കാറില്ല, അങ്ങനെ അങ്ങ് കഴുകി ഇട്ട് കൊടുക്കാറാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മീൻ കുറച്ച് പൊരിക്കാനെടുത്ത് മാറ്റിയിട്ടുണ്ട്, ബാക്കി കുറച്ച് കറി വെക്കാനും കൂടി. അപ്പോൾ ഇതാ ഉപ്പും മുളകും പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല പിടിപ്പിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ തിളച്ച് വരുമ്പോൾ മീനൊക്കെ തലയും അയക്കൂറൻ്റെ തലയും കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ വെന്ത് വരുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങ് ഫ്ലെയിം ഓഫാക്കിയാൽ മതി. ഇത്രയില്ല, സിമ്പിൾ പരിപാടിയാണ് മീൻ കറി വെക്കൽ. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊക്കെ എൻ്റെ ഇച്ചാവും മോനും കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. രാത്രിയായി, ഒരു 8:30 മണിയൊക്കെ ആയി കേട്ടോ. നനഞ്ഞ് കുളിച്ചാൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ മഴക്കോട്ടുണ്ടായതുകൊണ്ട് അത്ര നനയാണ്ട് അങ്ങ് രക്ഷപ്പെട്ടു. പിന്നെ ഇതാ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ, കേസരി. കേസരിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും എൻ്റെ വായിൽ അങ്ങ് കുത്തി കയറ്റി തരുന്നുണ്ട്. എത്ര പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞാലും വേണം എന്നാണ് എൻ്റെ ഇച്ഛ പറയുന്നത്. വേണ്ടാന്ന് ഞാനും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഇതാ 2 സ്പൂണൊക്കെ ഞാൻ കഴിച്ചു എങ്ങനെയൊക്കെയോ. പിന്നെ ഇതാ പൊറോട്ട മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും നല്ല അയക്കൂറ കറിയും കൂട്ടി, പിന്നെ എന്താ അയക്കൂറ പൊരിച്ചതും ഉണ്ടായിരുന്നല്ലോ, അയക്കൂറ പൊരിച്ചതും കൂട്ടി തട്ടിയിട്ടോ. പൊറോട്ടൻ്റെ കൂടെ നല്ല മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ കഴിക്കാൻ. എനിക്ക് കൂടുതൽ ഇഷ്ടം മീൻകറി കൂട്ടിയിട്ട് പൊറോട്ട കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം കഴിക്കാൻ? അപ്പോൾ ഇതാ മീൻകറിയും പൊറോട്ടയും കൂട്ടി പിടിച്ചു വിട്ടാ ഇന്ന് രാത്രി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.